ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇന്നു മുതൽ വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. മൗലികാവകാശവും മതസ്വാതന്ത്ര്യവും ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ബെഞ്ച് വാദം കേൾക്കുന്നത്. നാളെ മുതൽ വ്യാഴാഴ്ച വരെയാണ് സ്ത്രീ പ്രവേശനത്തിനെ എതിർക്കുന്നവരുടെ വാദം. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 14, 15, 16 തീയതികളിലും നടക്കും. യുവതീ പ്രവേശനത്തിൽ മതപണ്ഡിതരുടെയും സാമൂഹ്യ നേതാക്കളുടെ സമിതി രൂപീകരിച്ച് അഭിപ്രായം തേടണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത്. യുവതീ പ്രവേശനത്തെ എതിർത്താണ് ദേവസ്വം ബോർഡും വാദങ്ങൾ സമർപ്പിച്ചത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇന്നു മുതലാണ് വാദം കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഒരു വിഷയത്തിൽ വാദം കേൾക്കുന്നത്. എന്തായാലും മൗലികാവകാശവും മതസ്വാതന്ത്ര്യവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു 9-അംഗ ബെഞ്ച് വാദം കേൾക്കുന്നത്. എന്തായാലും നാളെ മുതൽ വ്യാഴാഴ്ച വരെയാണ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം. ആദ്യം എതിർക്കുന്നവരുടെ വാദമാണ് പരിഗണിക്കുക. പിന്നീട് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 14, 15, 16 തീയതികളിലൊക്കെയാണ് നടക്കുന്നത്. യുവതീ പ്രവേശനത്തിൽ മതപണ്ഡിതരുടെയും സാമൂഹ്യ നേതാക്കളുടെ സമിതി രൂപീകരിച്ച് അഭിപ്രായം തേടണമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും യുവതീ പ്രവേശനത്തെ എതിർത്താണ് ദേവസ്വം ബോർഡ് വാദങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്നു മുതൽ വാദം കേൾക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഒരു വിഷയത്തിൽ വാദം കേൾക്കുന്നത്. എന്തായാലും നാളെ മുതൽ വ്യാഴാഴ്ച വരെയാണ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 14, 15, 16 തീയതികളിലും നടക്കും. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം CJM കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. പരാതി വ്യാജമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നു. സംഭവത്തിന് ശേഷം അന്ന് തന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ യുവതി ഫോൺ എടുത്തിട്ടില്ല എന്നും പോലീസ് പറയുന്നു. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്നാണ് കോടതി പരിഗണിക്കുക. എറണാകുളത്തെ CJM കോടതിയാണ് ഈ ഒരു അപേക്ഷ പരിഗണിക്കുന്നത്. പരാതി വ്യാജമാണ് എന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നൊക്കെയാണ് രഞ്ജിത്തിന്റെ ഒരു വാദം. രഞ്ജിത്തിനെ ഈ ഒരു കാരവാനിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും ജാമ്യാപേക്ഷയിലൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം. രഞ്ജിത്തിനെ കൂടുതൽ ചെയ്യാനുണ്ട് എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നത്. എന്തായാലും സംഭവത്തിന് ശേഷം അന്ന് തന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. യുവതി ഫോൺ എടുത്തിട്ടില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്.